ഞാൻ ഹരി. എന്താണ് ഇതൊന്നും യൂട്യൂബിലിട്ടില്ലേ? യൂട്യൂബിലേക്ക് ഇന്നിപ്പോൾ എവിടെയെന്നുള്ളതല്ലേ, നമ്മുടെ കോങ്ങാടുള്ള ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ അന്നദാന ചടങ്ങാണ് കേട്ടോ, കർക്കിടക മാസത്തോടനുബന്ധിച്ച്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ വീഡിയോ എന്ന് പറയാൻ ക്ഷേത്രത്തിലെ കുറച്ച് വിശേഷങ്ങളും കുറച്ച് നമ്മുടെ ഫാമിലി വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇന്ന് ക്ഷേത്രത്തിൻ്റെ പുരാതന കാര്യങ്ങളോ അല്ലെങ്കിൽ പിന്നെ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളോ അല്ല സംസാരിക്കാൻ പോകുന്നത്. എനിക്ക് എൻ്റെ കുഞ്ഞുനാൾ മുതലുള്ളൊരാഗ്രഹം ഇന്നും അവിടെ ആ ക്ഷേത്രത്തിൽ പോയി അന്നദാനം കഴിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ ഞാൻ പറയണത്. കാരണം ഞാൻ എന്നും വിചാരിക്കും ഈ ക്ഷേത്രത്തിൽ അന്നദാന ചടങ്ങിന് പോകണമെന്ന്. പക്ഷെ ആ സമയമാകുമ്പോഴേക്കും എങ്ങനെയായാലും എനിക്ക് അവിടെ എത്താനും അവിടുത്തെ ആ അന്നദാനം കഴിക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എത്രയോ വർഷങ്ങളായിട്ടോ ഞാൻ ഈ ക്ഷേത്രവുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് വെച്ചാൽ നമ്മൾ പോയി തൊഴുകുന്നു വരുന്നു അങ്ങനെയുള്ളൊരു ആത്മബന്ധം. അന്നദാന ചടങ്ങും അതേ സമയത്ത് നമുക്കവിടെ എത്തിപ്പെടാൻ പറ്റാറുണ്ട്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ അന്നദാന ചടങ്ങ് ലാസ്റ്റ് ദിവസം എന്നും ഓർമ്മിപ്പിക്കുന്ന എൻ്റെ കൂടപ്പുറപ്പാണ് കേട്ടോ കൂടെ ഉള്ളതും. പിന്നെ ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ഫാമിലീസും. അപ്പോൾ ഇവരും എനിക്ക് ക്ഷേത്രത്തിലെ ഓരോ ചടങ്ങുകളും എന്നെ വിളിച്ച് അറിയിക്കും, അല്ലെങ്കിൽ ഇന്ന സമയത്ത് നമുക്ക് പോകാം എന്നും പറയുന്ന എൻ്റെ കൂടപ്പുറപ്പുകളാട്ടോ എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ അവരുടെ കുറച്ച് വിശേഷങ്ങളും ക്ഷേത്രത്തിലെ കുറച്ച് വിഷ്വലും മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ യൂട്യൂബ് തുടങ്ങിയതിൻ്റെ നല്ലൊരു ഫലം ഞാൻ ആ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ കണ്ടു കേട്ടോ. കാരണം എന്നെ അറിയാത്ത ഒന്ന് രണ്ട് ഞാനൊരു അച്ഛനെ ഫസ്റ്റ് തന്നെ കാണിച്ചായിരുന്നല്ലോ, ആ അച്ഛനും അച്ഛൻ്റെ കൂടെയുള്ള ആളും കണ്ടപ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു യൂട്യൂബർ എന്ന്. യൂട്യൂബർ അല്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു അല്ല എന്ന് പറഞ്ഞു. അല്ല, കെ ഫാമിലി അല്ലേ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അവർ വീഡിയോസ് കാണുന്നുണ്ട് എന്ന്. അപ്പം നമ്മുടെ ചെറിയ വീഡിയോ ആണെങ്കിലും അല്ലെങ്കിൽ ചെറിയ വ്ളോഗാണെങ്കിലും അല്ലെങ്കിൽ ചെറിയ ചാനലാണെങ്കിലും ഓരോ ആളുകളുടെ ഇടയിലേക്ക് എത്തുന്നുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ അച്ഛൻ ആ വിശേഷം കാര്യം എങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ചെറിയ ചാനലാണെങ്കിലും ആ വളയും മാലയും വെക്കുന്ന ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ മമ്മൂട്ടിയാണ്, എന്നെയും കൂടി ഒന്ന് ഉൾപ്പെടുത്തുക എന്നുള്ളത്. അപ്പം അത് കേട്ട് ഞങ്ങൾക്ക് ചിരിയും വന്നു. കാരണം എന്താ വെച്ചാൽ അവർക്ക് പുറലോകമായിട്ട് അവരുടെ ബിസിനസ്സും കാര്യങ്ങളും കാണിക്കാൻ എന്നുള്ളൊരു ഇതിലാണ് അവരുടെ മനസ്സ്. അപ്പം എന്നോട് പറയുന്നുണ്ടായിരുന്നു എൻ്റെ വീഡിയോ കൂടി എടുക്കുക എനിക്ക് അഭിനയിക്കാൻ അറിയാം എന്നൊക്കെ. അത് കേട്ട് കുറച്ച് സമയം നമ്മളവിടെ നമ്മൾ അമ്പലത്തിൽ ചെന്ന വിശേഷങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞല്ലോ അല്ലേ. ഇനി കുറച്ച് നമ്മുടെ ഫാമിലി വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. ഇനി ഫാമിലി കാര്യങ്ങളാണ് സംസാരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ക്ഷേത്രത്തിൽ അന്നദാനം കഴിഞ്ഞ് കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്തിട്ട് വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ. അപ്പോൾ അങ്ങനെ ഞാനിതാ ചേച്ചിയുടെ വീട്ടിലേക്ക് ഞാനും അവളും കൂടി വെച്ച് പിടിക്കുകയാണ്. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം കേട്ടോ. മഴയും ചളിയും മണ്ണും ഒക്കെ ആണെങ്കിലും ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ നടന്ന് അവളുടെ വീട്ടിലേക്ക് എത്താറായി. അനിയത്തിയുടെ മോളുടെ വീടാണ് കേട്ടോ ഇനിയിപ്പോൾ കാണിക്കുന്നത്, അതായത് ചേച്ചിയുടെ വീട്. ഇനിയിപ്പോൾ അവള് അവൾ റെയിൽവേ ജോലിക്കാരത്തിയാണ്. അവൾക്ക് ഇന്നിപ്പം ലീവായതുകൊണ്ട് തന്നെ പോകാൻ പറ്റിയ അമ്പലത്തേക്ക്. ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ട് നിൽക്കുന്ന ഒരാളുണ്ട്, കാണിച്ചു തരാം. അതിലും ഏതിനും സപ്പോർട്ട് നിൽക്കുന്ന വേറൊരു അനിയത്തി കൂടി ഉണ്ട്. അവൾക്ക് ഇന്ന് വരാൻ പറ്റിയില്ല, അവൾക്ക് ലീവ് കിട്ടിയില്ല, അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ അവളെ എനിക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. സാധാരണ എൻ്റെ എല്ലാ വീഡിയോയിലും അവൾ ഉൾപ്പെടാറുണ്ട്. ഇന്ന് അവൾ വരാത്തതുകൊണ്ട് അവളെ കിട്ടിയില്ല. അപ്പം ഇന്ന് ഈ ഒരു അനിയത്തി ഒരു ചേച്ചി ഇതായിരിക്കുന്നത് എൻ്റെ ഏറ്റവും ചങ്കാണ് ഈ ഇരിക്കുന്നത് കേട്ടോ. അപ്പം ഇനി ഇവിടുത്തെ വിശേഷങ്ങൾ കുറച്ച് പറയാം. അമ്പലത്തേക്ക് പോകുന്ന വഴി തന്നെ അവളുടെ വീടായതുകൊണ്ട് അമ്പലത്തേക്ക് പോകുന്നവരും വരുന്നവരും വീടൊന്ന് സന്ദർശിക്കുന്നത് പതിവായിട്ടത്. അങ്ങനെ ഓരോരുത്തർ ഇതാ വന്ന് വീടൊക്കെ നോക്കി അങ്ങനെ പോകുന്നുണ്ട്. എല്ലാവരും പരിചയക്കാരാണ്. ഇതാണ് എൻ്റെ അമ്മമ്മയുടെ അനിയത്തി, ഇതാണ് എൻ്റെ ചങ്ക്. അപ്പോൾ അവൾക്ക് പായസം കിട്ടിയത് കൊണ്ട് അവൾ ആ പായസം കുടിക്കാനുള്ള ശ്രമമാണ്. കുറച്ച് വയ്യാതെ ഇരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ. അപ്പോൾ ഇനിയുണ്ട് അടുത്ത വിശേഷങ്ങൾ പറയാൻ കേട്ടോ. നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ നമുക്കറിയുന്ന അത്രയും അടുത്ത ബന്ധങ്ങൾ എന്ന് പറയുന്ന കുറച്ച് പേരാണ് ആ നിൽക്കുന്നത് കേട്ടോ. അതായത് എൻ്റെ അമ്മമ്മയുടെ ആങ്ങളുടെ ഭാര്യയാണ് ഈ നിന്ന് സംസാരിക്കുന്നത്. അപ്പം ഇവരെയൊക്കെ ഉൾപ്പെടുത്താൻ കഴിഞ്ഞതിൽ, എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞതിൽ ഒരുപാട് ദൈവത്തോട് നന്ദി. കാരണം എന്താ വെച്ചാൽ ബന്ധങ്ങളുണ്ട് എന്ന് പറയാൻ ബന്ധങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. പക്ഷേ നാളെ ഒരു നാൾ നമുക്ക് നമ്മുടെ ഫാമിലിയിലെ തലമുറകളൊക്കെ കാണിച്ചു കൊടുക്കണമെങ്കിൽ നമുക്ക് ഇതുപോലൊരു വീഡിയോ അത്യാവശ്യമാണ്. കാരണം ഇവരൊക്കെ ആരാണ് എന്താണെന്ന് പോലും ആർക്കും അറിയില്ല. കുറേ വർഷങ്ങൾക്ക് പഴക്കം ആണ് കേട്ടോ അവരുടെ ഒരു ബന്ധം പറയണമെങ്കിൽ. അപ്പോൾ നമ്മുടെ വീഡിയോ യൂട്യൂബിൽ ഇടുന്നത് കൊണ്ട് തന്നെ ഒരിക്കലും അത് നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം നമുക്ക് തലമുറകളായിട്ട് പറഞ്ഞു കൊടുക്കാം ഇന്ന ആളുകൾ ഇന്ന ഫാമിലീസ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് ഞാൻ
ആ വീഡിയോ ഒക്കെ എടുത്ത് അവിടെ അവരതാ പോകുന്ന ആൾ കണ്ടോ, അത്രയും വേണ്ടപ്പെട്ട ആളുകളാണ് ഇവരൊക്കെ. ഈ അമ്മമാരൊക്കെ നോക്കി നോക്കൂലേ, എത്ര ഒരു ഇതായിട്ടാണ് അവർ ആ സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത്. ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ ഇപ്പോഴും. പക്ഷെ നമ്മുടെ അമ്മ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല എന്ന് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം ഇത്രയും ഏജുള്ള ആളുകളെ കാണുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് എത്രയോ വലിയൊരു ഭാഗ്യമാണ് എന്നുള്ള തോന്നുന്നു. കുറച്ച് ദൈവങ്ങളോട് പരാതിയൊക്കെ മനസ്സുകൊണ്ട് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ നിർത്തുകയാണ് കേട്ടോ. ഇന്നത്തെ തിരുവൽപ്പാറ ക്ഷേത്രത്തിലെ അന്നദാന ചടങ്ങിൻ്റെ വീഡിയോ ആണ്. കുറച്ച് ഫാമിലി വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അടുത്ത വർഷം നമുക്ക് ഈ അന്നദാന ചടങ്ങ് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ.